നീ എന്തിനാ ഈ കതിനാ വെടി കെട്ടിച്ചിരിക്കണം? ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ചിരിച്ചതാ. അച്ഛനൊരു വെടിക്കെട്ട അപകടത്തിലാ മരിച്ചത്. എന്താ ചെയ്യാ, അച്ഛൻ്റെ ഒരു കാര്യം. സാറേ, സാറാണോ സാറേ ഗുണശേഖരൻ സാറ്? അയ്യോ, ഗുണശേഖരനല്ല, ഗുണശേഖരൻ. കുമാര സംഭവത്തിന്റെ ഗു. ഓ, കുമാരന്റെ മുമ്പിലുള്ള ഗു. കുമാരന്റെ പിന്നിലല്ലേ ഗു? ഓ, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാമല്ല. സാറിന്റെ മുമ്പിലാണോ ഗു, പിമ്പിലാണോ ഗു? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലോ സാറേ. സാറിനൊരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ. ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ? ചില്ലറേക്കണ്ട സാറേ, കാര്യമായിട്ട് തന്നെ വന്നേക്കാം. കേട്ടുണ്ടോ? എന്താ കാര്യം? അതിപ്പോ ഇവരാരും അറിയണ്ട. അറിഞ്ഞാ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. സാർ വാ. പന്നി മലർത്തുകയായിരിക്കും. അതെ. ഏതായാലും കളി മുടക്കണ്ട. 150 അകത്ത്. ഇതെന്താ ഇത്? ഗ്ലാസ് മാറ്റി വെച്ചതാ. ഞാൻ സാറിന് കുറെ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ്. ഇപ്പഴാണ് ഒത്തു കിട്ടിയത്. ഗുണശേഖരന് കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായത്. ഇതില് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഇനി ആ പെങ്കൊച്ചന്റെ കല്യാണത്തിനൊന്നും മറ്റവനെ എഴുന്നള്ളിച്ചോണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ. ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യനാ. എന്റെ കൂടെയുള്ള മറ്റവൻ താടി. ഇനി പഴയതുപോലെ അത് മുടക്കാനോ താറുടിപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് ഇലയിൽ വിളമ്പും ഞാൻ. സേമിയ പൈസോട്ടി വിള. സുലാൻ വടാ. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ. മര്യാദ കിടക്കണ. ഇതുപോലെ നടന്നാ മതിയാ. സമാനമായി. ഇപ്പൊ ഞാൻ ഈ നാട്ടില് വന്ന പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ഇത് ആദ്യ. തൊമ്മച്ചനെയും മക്കളെയും ഈ മണ്ണിലേതായാലും ശരിക്കും ഇഷ്ടായിട്ടുണ്ട്. ഏത് മണ്ണിനും തൊമ്മനെ ഇഷ്ടമാണ്. എന്നും വെള്ളമടിച്ച് മണ്ണി കിടപ്പാണല്ലോ. അതേടാ, തൊമ്മം വെള്ളമടിച്ചും മണ്ണി കിടക്കും. പക്ഷെ ആ ലെവലിൽ തൊമ്മം താഴെ പോയിട്ടുണ്ടോ? അതാണ് തൊമ്മന്റെ കൺട്രോളിങ്സ്. പോയ കാര്യം എന്തായി? എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തീർത്തിട്ടാ വന്നത്. ഇനി ഒരു മുഹൂർത്തം കുറിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, നമ്മുടെ അവശകാമുകനോട് പോയി ഈ സന്തോഷ വാർത്ത അവനൊന്ന് അറിയിക്കണമല്ല. അവനെ ആടിനെ എത്തിച്ചിരിക്കാൻ പോയിരിക്കുക. ആ സംഭവത്തിന് ശേഷം സത്യേട്ടൻ രമണനായി മാറിയിരിക്കുക. കയ്യിൽ ഫ്രൂട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആവുമ്പോൾ ആടി തീറ്റി വരും. അല്ല, ആ ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. ആ പെങ്കൊച്ചിന് അങ്ങനെ പറയാൻ തോന്നിയത് നിന്റെ ആയുസിന്റെ ബലം. അല്ലെങ്കിൽ 26 പീസായിട്ട് ചേമ്പലക്കകത്ത് പൊതിഞ്ഞേനെ. എടാ, അവൾ എന്റെ മോളായിരുന്നെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു. അപ്പാ, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ അപ്പന അതാ തേവരുടെ അപ്പൻ. എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെങ്കൊച്ചിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കൊലക്കയറിട്ടത് പോക്കിർത്തരമായി പോയി. എന്ത്? അതായത് സത്യേട്ടൻ ഈ ഊമകളുടെ ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കേ, നിർത്തറ. മിണ്ടായില്ലടാ ഊമശാവമേ. സ്പീക്കർ കത്തിപ്പോട്ടും കിടന്ന് നിലവിളിക്കുകയാണ്. സൂക്ഷിക്കണം. ഇനിയിപ്പോ തേവർ അടങ്ങിയിരിക്കും തോന്നുന്നില്ല. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോര തൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാവും. ഞാൻ ചായ എടുക്കാം. ഓ, ഈ നേരത്തെ ചായ കുടിച്ചാ പിരിയും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യേട്ടൻ ചോര തൂറി കിടന്ന കഥ. അതാവേദേ മീശത്തേവര് വരുന്നുണ്ടടാ. ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ തേവർക്ക് ഇഷ്ടം തന്നെയാ. ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാ. ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേ വരെ തോറ്റു കൊടുത്തില്ല. ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല.
എൻ്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്ന കണ്ടിട്ടാ ഭ്രാന്ത് പോലെ ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. ഇപ്പോ അവളുടെ ഇഷ്ടത്തോടെ അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. പക്ഷേ തേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാ പോരാ. ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞ് നടത്തണം. എൻ്റെ മകളുടെ മാത്രമല്ല, ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം. എന്താ പണിക്കരെ? എന്താ തോമൻ? എല്ലാ അണ്ണാച്ചിയുടെ ഇഷ്ടം. എന്താ മോളെ, എന്താ ഉണ്ടായേ? இது மாலை. என்ன சொல்ற? அந்த டைமண்ட் நெக்லஸா? ഓ ഓടാ പന്നി. എടുത്തതാരായാലും അത് തിരിച്ചു കൊടുത്തേക്കുക. ദയവ് ചെയ്ത് ഈ രാത്രിയിലെ സന്തോഷം നശിപ്പിക്കരുത്. ചേട്ടാ, അത്രയ്ക്ക് ചങ്കൂറ്റുള്ളവനാരാ? ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല. ഒറ്റ ഒരുത്തനെയും പുറത്തു വിടരുത്. എടുത്തവനേതായാലും പുറത്തു പോകാനുള്ള നേരം കിട്ടിയിട്ടില്ല. ഒരെണ്ണം പുറത്തു പോരുത്. മര്യാദക്ക് തിരിച്ചു കൊടുത്താൽ നാറാണ്ട് രക്ഷപ്പെടാം. ഡയമണ്ടാ ഡയമണ്ട്. എന്തുണ്ട് ഒരു 10-20 പണിക്കരേട്ടാ, എന്ത് വില വരും? ക്യാരക്ടർ ഒരു 4 ലക്ഷം വരും. അപ്പൊ 10-15 ലക്ഷം വേണം മുതലാ. ഞങ്ങളിവിടെ ഉള്ളപ്പോ വെറുതെ കളിക്കാൻ നിൽക്കരുത്. രാജാക്കണ്ണേ, മര്യാദക്ക് തിരിച്ചു വന്നേക്ക്. തരില്ലെന്നോ? മര്യാദക്ക് തിരിച്ചു കൊടുത്താ തല്ലുകൊള്ളാതെ നിനക്ക് രക്ഷപ്പെടാം. ഓ, ഈ റൈമണ്ടിന്റെ നക്സലൈറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. എന്നാ ഇവനൊന്ന് വിഴുങ്ങിക്കാണും. വിഴുങ്ങിന്ന തൊമ്മനെങ്കിൽ അത്ര സംശയമാണെങ്കിൽ നാളെ പറമ്പില് നമുക്ക് ഒരുമിച്ച് വിലക്കിരിക്കാം. എനിക്കൊരു കമ്പനി ആവുമല്ലോ. വൃത്തികെട്ടവൻ. അപ്പൊ പിന്നെ വിഴുങ്ങിന്ന് പറയരുത്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. ഇവിടെ കണക്കെഴുത്ത് പിള്ളയായിരുന്നപ്പോൾ തേങ്ങയുടെ കണക്കിൽ മാസം 50 തേങ്ങ വെച്ച് ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. ഐ അപ്രിസിയേറ്റ് യു. പൂങ്കാവനത്തിന് കഴിക്കാൻ പറ്റിരുന്ന ചവനപ്രാശം ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. എനിക്കതൊരു മനപ്രയാസമില്ല കുട്ടി. തേവർക്ക് കഴിക്കാൻ വെച്ചിരുന്ന വെള്ളലുവി ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്, തൊണ്ട കെട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ ഈ റൈമണ്ട് നെക്സ്റ്റ് ഞാൻ വിഴുങ്ങിയിട്ടില്ല. നിന്റെ പോക്കറ്റ് എന്താ മുഴച്ചിരിക്കുന്നത്? ഒന്നുമില്ല. നോക്കട്ടെ. ഗുളികയാണ്. എന്തിന്റെ? പ്രമേഹത്തിന്റെ. ഇത് ആഹാരത്തിന് മുമ്പും ഇത് പിമ്പും. ജിലേബിയാ? എന്നാ പിന്നെ എല്ലാവരെയും ഇനി പരിശോധിച്ചേ പറ്റൂ. അതെ, ആരും കുറ്റം സമ്മതിക്കാത്ത നിലയ്ക്ക് എല്ലാരും പരിശോധിച്ചിട്ട് വിട്ടാ മതി. അത് ഞങ്ങൾ തന്നെ ആയിക്കോട്ടെ. അത് വേണ്ട, ജോലിക്കാരെ മാത്രം മതി. മാപ്പിളയും കൂട്ടരും ഇങ്ങോട്ട് മാറിയെന്നുള്ളൂ. എന്നാലും ജോലിക്കാർ കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ളവർ ഞങ്ങളാ. നോക്കുമ്പോ എല്ലാരെയും നോക്കണം. ഞങ്ങൾക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ല. ഉള്ളിന്റെ ഉള്ളിൽ പോലും ഒരു സംശയത്തിന് ഇടയുണ്ടാകരുത്. അതുകൊണ്ടാ. അതെ, പന്തി പക്ഷാഭേദം പാടില്ലെന്ന് എല്ലാരും നോക്കണം. ദേ, ഞാൻ തന്നെ തുടങ്ങാം. ദേ കണ്ടോ, എന്റെ പോക്കറ്റിലൊന്നുമില്ല. ദേ കണ്ടോ, ഒന്നുമില്ല. ദേ, ഇവന്റെ പോക്കറ്റിൽ. ദേ കണ്ടോ, ദേ, ഒന്നുമില്ല. കണ്ടോ, ദേ, ദേ, ഇതേ ഇവന്റെ പോക്കറ്റില്. ഇതെങ്ങനെ എന്റെ പോക്കറ്റില്? ഞാനല്ല. അപ്പ സത്യമായിട്ട് ശിവ, ഇതാരും മനഃപൂർവ്വം അപ്പനാണ്. ഞാനല്ല. മോളെന്താ പേടിച്ചു പോയോ? നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ? അല്പം തമാശയൊക്കെ വേണ്ടേ? ഞാൻ തന്നെയാ ഇത് ചെയ്ത്. മാപ്പിളയാണ് ഉദ്ദേശിച്ചത്.
പക്ഷെ ഇരുട്ടിൽ ആള് മാറിപ്പോയി. അയ്യേ ബെസ്റ്റ് കോമഡി. ദേവാരയ്യ ഇത്രയും വലിയ തമാശക്കാരനാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല അല്ലേപ്പാ? പിന്നല്ലാതെ. എന്നാലും എന്റെ പൊന്നുബന്ധുക്കാരാ ഇതൊരുമാതിരി ചങ്കി തീ കോരിയിരുന്ന തമാശയായിപ്പോയി. ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിക്കോളൂ. കോമഡി ടൈം കഴിഞ്ഞു, ഇനി ഫുഡ് ടൈം. ശിവ വരൂ, അല്പം സംസാരിക്കാം. മക്കളെ നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോളൂ. വരൂ. തമ്മിത്തലണെങ്കിൽ അപ്പം പറയും. റഫറിയില്ലാത്ത കളി വേണ്ട. പിന്നെ അവനൊരുപാട് ചൊറിയണ വർത്താനം പറഞ്ഞാലാ? നിനക്ക് ഇപ്പൊ എന്നെ കള്ളനാക്കണം, അത്രയല്ലേ വേണ്ടത്? അതാണ് ഞാൻ തന്നെ ആ മാല പൊട്ടിച്ചത്. ഞാൻ കള്ളനാ, കള്ളൻ. നീയൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് നന്നാകാത്ത കള്ളൻ. നല്ലവരായിട്ടുള്ള നിനക്കൊന്നും ഈ കള്ളന് ചേരില്ല. നീ തേവരുടെ മോളെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിച്ചോ. നിങ്ങൾക്കൊക്കെ മാനക്കേടുണ്ടാക്കാൻ ഈ കള്ളപ്പെട്ടി ഇനി നിങ്ങളുടെ ഇടയിലേക്ക് വലിച്ചേറി വരില്ല. നീ എന്തൊക്കെയാ ഈ പറയണ പന്നി? വേണ്ട, എവിടെന്തോ വന്ന നമ്മള് ഇത്രയും കാലം കൂടെ പിറപ്പുകളെ പോലെ ജീവിച്ചു. ഇപ്പൊ നമ്മള് പിരിയാ. ഏയ് ചുമ്മാതെയാണ്. പോയ അവനോടം വരെ പോകാനാണ്. അപ്പൊ നിങ്ങ വന്നോളൂ, നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഏയ് എനിക്കൊരു വിഷമവും ഇല്ല. അങ്ങോട്ട് നട്ട് ചെല്ലട്ടെന്ന്. മക്കളെ എന്താ പറയുന്നത് പുണ്യാളാ, തൊമ്മനെ വീണ്ടും പരീക്ഷിക്കുകയാണ്. ഞങ്ങൾ തമ്മി പലതവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അപ്പം തന്നെ അങ്ങോട്ട് തീരും. ഇതിപ്പോ ഞാനും അപ്പനും കൂടെ ചെന്ന് വിളിച്ചിട്ട് വരാൻ കൂട്ടാക്കണല്ലോ അവൻ. വീട്ടിൽ പോലും കയറാതെ പണം കിടക്കണ് പന്നി. കുടിച്ച് ശീലമില്ലാത്തവര് അധികം കുടിക്കാൻ നിൽക്കണ്ട. ശിവേട്ടന് ഓരോരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. അതും കൂടി ഞാൻ കുടിച്ചോളാം. എല്ലാം മനസ്സിന് കളിയുന്നേ. അവൻ എത്ര ദിവസം ഇങ്ങനെ പിണങ്ങി നടക്കുന്നൊന്ന് കാണണമല്ല. അവന് പറ്റുകയല്ലടാ, അവനൊരു പാവമാണ്. ഞാനെന്ന് വെച്ചാൽ അവന് ജീവനാണ്. നിനക്കറിയാം, പണ്ട് അനാഥാലയത്തിൽ വെച്ച് എന്നെ കെട്ടിയിട്ട് തല്ലിയ വാടനെ കറിപ്പിച്ചാത്തി കുത്തിയവനവൻ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് ചാടി. അന്ന് മുതൽ ഇന്ന് വരെ ഒരുമിച്ച എല്ലാ കാര്യത്തിനും. പക്ഷെ ഇപ്പൊ പിന്നെന്താ ഇങ്ങനെ? സത്യേട്ടനെ ആരോ ചതിച്ചു എന്ന് പറഞ്ഞത് നേരാ. അതാ ഇത്രക്ക് ദണ്ണം. എടാ, അവിടെ ഞങ്ങളോട് അത്രയ്ക്ക് ശത്രുതയുള്ളവരാരാ? അങ്ങനെ ചോദിച്ച ഒരുപാട് പേരുണ്ട്. ശിവേട്ടൻ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് താലി കെട്ടിയ പൂങ്കാവനത്തിന് വേണമെങ്കിൽ ശത്രുത ഉണ്ടാവാം. അന്യനാട്ടിൽ നിന്ന് വന്ന വരുത്തന്മാര് തേവരെ തോപ്പിച്ച് തേവർക്ക് ശത്രുത ഉണ്ടാവാം. പണ്ട് മുതൽ പൂങ്കാവനത്തെ കെട്ടണമെന്ന് വാശി പിടിച്ചു കിടന്ന കാളിയപ്പന് ശത്രുത ഉണ്ടാവാം. അതൊക്കെ പോട്ടെ, ഒരടിമയെ പോലെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന രാജാക്കണ്ണിന്, അതായത് എനിക്ക് ശത്രുത ഉണ്ടാവും. അയ്യോ, ഞാനല്ല, ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞതേ ഉള്ളൂ.